മക്കളെ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഏപ്രിലും എത്തി. അപ്പം ഞാൻ ഏപ്രിലിൽ ചെയ്യാൻ പോകുന്ന ചെറിയൊരു ബുള്ളറ്റ് ജേണലാണ്. അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം പെൻസിൽ എടുക്കുന്നുണ്ട്. ആ പെൻസിൽ എടുത്ത ശേഷം ചെറിയൊരു കുട വരയ്ക്കാൻ നോക്കിയതാണ്. അപ്പോൾ ആ കുട അങ്ങ് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പാളിപ്പോയ കുടയെ നമ്മളങ്ങ് വിട്ടു കൊടുക്കും ഇല്ല അല്ലേ? അതിന് പകരം നമുക്കൊരു ഫ്ലവർ വരച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് പെന്നിൽ എക്സ്പേർട്ട് ഉള്ളതുകൊണ്ട് പെൻസിലിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇതിനെ കൊണ്ട് തന്നെ പൂ വരച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കൽ എൻ്റെ ഒരു മസ്റ്റ് പരിപാടിയാണ് പെണ്ണുകൊണ്ട് വരയ്ക്കുമ്പോൾ. ഏപ്രിലൊക്കെ എത്തി. അപ്പം ബുള്ളറ്റ് ജേണലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് ജേണലായിട്ട് എനിക്ക് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ട്. ബുള്ളറ്റ് ജേണൽ എന്നൊക്കെ പറയുമ്പം കുറച്ച് മെച്യൂരിറ്റി ചെയ്യേണ്ടത് ജസ്റ്റ് നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ തോന്നുന്നത്. ഏപ്രിലല്ലേ വരാൻ പോകുന്നത് എന്ന് എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് ഇതാക്കാൻ നോക്കി. ആദ്യം അമ്പർല വരയ്ക്കാൻ നോക്കിയെങ്കിലും പിന്നെ അതായില്ല. അതുകൊണ്ട് തന്നെ അമ്പർലയെ മാറ്റി ഞാനൊരു പൂ വരച്ചു. ഞാൻ പെന്നിൽ എക്സ്പേർട്ടാണെന്ന് അറിയുന്നില്ലേ? അതൊക്കെ ഞാൻ തട്ടിക്കുട്ടി പറഞ്ഞതാണ്. എനിക്ക് ഡ്രോയിങ് അറിയില്ലായിരുന്നു. പണ്ട് തൊട്ടേ ഡ്രോയിങ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഡ്രോയിങ്ങിലൊന്നും എന്നാൽ ചേർക്കാറൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചേരുകയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചി മാത്രമായിരുന്നു ഡ്രോയിങ് പഠിക്കാൻ പോയിരുന്നത്. അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേരണമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ എടുക്കുന്നുണ്ട്. ഗ്രീൻ ഒന്ന് ചെറുങ്ങനെ ലീഫിന് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു പൊടി പോലും തെറ്റാതെ ഇരിക്കില്ല. എന്ത് ചെയ്താലും ഇതല്ല വേറെ എന്തെങ്കിലും ചെയ്താലും ഇങ്ങനെ തന്നെ പാളും. മഞ്ഞ കളർ എടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ അടിക്കുന്നു. ആ ഒരു ഫ്ലവറിന് അടിക്കുന്നു. അപ്പം അതുപോലെ തന്നെ എനിക്ക് കളറിങ്ങിലൊന്നും അധികം എക്സ്പേർട്ടില്ല. ഞാൻ LKG പഠിക്കുന്നു. എനിക്ക് കളറിങ്ങിൽ തീരെ മാർക്ക് കിട്ടാറില്ല. അപ്പം അങ്ങനെ അവിടെ ഒരു കളറിങ് ബുക്ക് വന്നു. ആ കളറിങ് ബുക്കിൽ സ്ഥിരമായിട്ട് കളറടിച്ച് അങ്ങനെ ആ ഒരു എക്സ്പേർട്ടായി. പിന്നെ പുറത്താക്കാതെയൊക്കെ കളർ എടുക്കാനൊക്കെ അറിയാം. ഒരു ചിത്രം നിന്നാൽ ആ ചിത്രത്തിന് പുറത്തും മൂലക്കും ഒക്കെ ആയിരിക്കും ഞാൻ അടിച്ചു വെക്കുക. എൻ്റെ അടി എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റാം. അങ്ങനെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് ബ്രൗൺ എടുത്ത് നടുവിലോട്ട് അടിക്കുന്നു. പിന്നെ തണ്ടിന് ആ ഒരു ബ്രൗൺ ചേരുന്നില്ല എന്നും പറഞ്ഞ് ആ ബ്രൗണിന് മാറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇതെടുത്തു ബ്രൗണ്. ഒരു ബ്ലൂ കളർ എടുക്കാം. എന്താ ഒരു ബുള്ളറ്റ് ജേണലൊന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും.
വരുന്നടാ മക്കളെ, നമുക്കൊരു ബുള്ളറ്റ് ജേണലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പം ഏപ്രിലിലെ ചെറിയൊരു ബുള്ളറ്റ് ജേണലാണ്. ഇത് ജേണലൊക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ടൈം വേണ്ടേ, സ്കൂളൊക്കെ അടച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ എത്ര ഇഷ്ടമാണ് അവർ ഈ വീഡിയോ ഇപ്പം കമൻറ്റ് ചെയ്യണം. എല്ലാം കൂടി ഒരു ദിവസം ആ ഒരു കമൻറ്റ് വായിക്കുന്നതായിരിക്കും. തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കില്ല. ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. എന്ത് വന്നാലും ഞാൻ ബ്ലാക്ക് മാത്രം എന്ന് വിചാരിച്ച് എനിക്ക് മറ്റു കളർ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടം തന്നെയാണ്. അടുത്ത ഞാനൊരു പിങ്ക് എടുക്കുന്നു. പിങ്ക് എടുത്തതിന് ശേഷം ഹാപ്പി എന്ന് എഴുതി കൊടുക്കുന്നു. കൂട്ടക്ഷരത്തിൽ എഴുതണം എന്ന് തോന്നിയപ്പോൾ ആപ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ബുള്ളറ്റ് ജേണൽ ഇത്രയായിട്ടും. കവായി സ്റ്റിക്കറൊക്കെ വെച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഡ്രോയിങ് അറിയില്ലല്ലോ, അതുകൊണ്ട് ഡ്രോയിങ് തന്നെ എക്സ്പേർട്ട് ആട്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് പലരും പേഴ്സണലായി ചോദിച്ചതാണ് എങ്ങനെയാണ് ജേണൽ തുടങ്ങിയത്. അപ്പം ഞാൻ തുടങ്ങിയത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു കടൽ ക്ലൗഡ് പറഞ്ഞ യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനലിൽ ആര്യ എന്ന് പറയുന്നൊരു ഏച്ചിയുണ്ട്. ആ ഏച്ചി മിക്ക ക്രാഫ്റ്റ്സും ജേണലിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നോക്കി എൻ്റെ മനസ്സിലൊരു ജേണൽ, ആ ജേണൽ മാത്രമായി. അങ്ങനെയാണ് ഞാൻ ഈ ജേണൽ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഒരു നോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് രണ്ടാമത്തെ നോട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഡയറി ഒന്നും വേണമെന്നൊന്നുമില്ല, സാധാരണ ഒരു നോട്ട് മതി. ഒരു നോട്ടെടുത്ത് ഞാൻ നോട്ടിലങ്ങ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വരയ്ക്കാം. ഫസ്റ്റ് നോട്ടായതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വന്ന് വരയ്ക്കേണ്ടതാണ്. ഇത് മൈ ജേണൽ എഴുതി കുറച്ച് കവായി സ്റ്റിക്കേഴ്സും അവരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.